പാർട്ടി പറയുന്നത് എന്തും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരാളല്ല ശശി തരൂർ. അദ്ദേഹം യഥാർത്ഥ ഒരു നേതാവാണ്. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ സ്വന്തം സർക്കാരിനെതിരെ പാർലമെന്റിൽ കള്ളം പറയാൻ എനിക്ക് പറ്റില്ല എന്ന് നെഞ്ചുവിരിച്ച് പറയുമ്പോൾ കോൺഗ്രസ് എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? സത്യം പുറത്തുവരും എന്നാണോ, അതോ സ്വന്തം പാളയത്തിലെ ഏറ്റവും ജനകീയനായ നേതാവിനെയാണോ കോൺഗ്രസിന് പേടി? ഡൽഹിയിൽ അരങ്ങേറിയത് വെറുമൊരു രാഷ്ട്രീയ നാടകമല്ല, സ്വന്തം നിലപാടുള്ള ഒരു നേതാവിനെ പാർട്ടി എങ്ങനെയെല്ലാം ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ്. നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കിയ ഒരു നിർണായക നീക്കത്തിനെ കുറിച്ചാണ്. പഹൽഗാം ഭീകരാക്രമണവും അതിന് ഇന്ത്യൻ സൈന്യം നൽകിയ ചുട്ട മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂറും പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി സ്വന്തം കുഴി തോണ്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കോൺഗ്രസ് തയ്യാറെടുത്തപ്പോൾ അവർക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം MP തന്നെയായിരുന്നു, സാക്ഷാൽ ശശി തരൂർ. കാരണം രാജ്യസുരക്ഷയുടെ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം കളിക്കാൻ തരൂർ തയ്യാറായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടക്കം മുതലേ പിന്തുണച്ച, അതിന്റെ വിശദാംശങ്ങൾ ലോകത്തിന് മുന്നിൽ വിശദീകരിക്കാൻ പോയ പ്രതിനിധി സംഘത്തെ നയിച്ച തരൂരിനോട് അതേ വിഷയത്തിൽ സർക്കാരിനെതിരെ സംസാരിക്കാൻ ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടെന്താണ്? രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച സൈന്യത്തെ അഭിനന്ദിക്കുന്നതിന് പകരം അതിൽ രാഷ്ട്രീയം കലർത്തി മുതലെടുപ്പ് നടത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തിനേറ്റ കനത്ത പ്രഹരമാണ് തരൂരിന്റെ പിന്മാറ്റം. പാർട്ടി നിലപാടിനേക്കാൾ വലുതാണ് രാജ്യത്തിന്റെ താല്പര്യം എന്ന് പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെ വിമർശിക്കാൻ താല്പര്യമില്ല, അതിനാൽ ചർച്ചയ്ക്കില്ല എന്ന് തരൂർ തീർത്ത് പറഞ്ഞത് കോൺഗ്രസിന്റെ പൊള്ളയായ ദേശീയതയുടെ മുഖത്തേറ്റ അടിയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, സ്വന്തം പാർട്ടിക്കാരൻ സത്യം പറഞ്ഞാൽ അത് പാർട്ടിക്കെതിരെ ആകുമെന്ന് ഭയക്കുന്ന ഒരേ ഒരു ദേശീയ പാർട്ടി ഒരുപക്ഷെ കോൺഗ്രസ് ആയിരിക്കും. തരൂരിനെ പോലെയുള്ള വിവരവും നിലപാടുമുള്ള ഒരു നേതാവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം കോൺഗ്രസിന്റെ ചിന്തകൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണെന്ന് തെളിയുകയാണ്. ഇത് ആരെങ്കിലും സംശയിച്ചാൽ തന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ വിഷയത്തിൽ തരൂരിന്റെ നീക്കം ഒരു രാഷ്ട്രീയ മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. ചർച്ചയിൽ പങ്കെടുത്ത് പാർട്ടിക്ക് വേണ്ടി കള്ളം പറയാനോ അല്ലെങ്കിൽ പാർട്ടിയെ ധിക്കരിച്ച് സംസാരിച്ച് അച്ചടക്ക നടപടി നേരിടാനോ അദ്ദേഹം നിന്നില്ല. പകരം വളരെ മാന്യമായി പിന്മാറി. ഇതോടെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഒരു വലിയ ആയുധമാണ് നഷ്ടമായത്. തരൂർ സംസാരിച്ചിരുന്നുവെങ്കിൽ അത് സർക്കാരിന് പിന്തുണയാകുമായിരുന്നു. മിണ്ടാതിരുന്നപ്പോൾ അത് കോൺഗ്രസിന്റെ കഴിവുകേടായി മാറി. BJP പോലും തരൂറിന് സംസാരിക്കാൻ അവസരം കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം തരൂറിന്റെ വാക്കുകൾക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ വില കൽപ്പിക്കുന്നുണ്ട് എന്ന് അവർക്കറിയാം. എന്നാൽ കോൺഗ്രസിനോ സ്വന്തം നേതാവിന്റെ വില പോലും തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഡൽഹിയിലെ ഈ നാടകങ്ങൾക്ക് കേരളത്തിലും വലിയ പ്രസക്തിയുണ്ട്. കോൺഗ്രസിന്റെ ഈ പഴഞ്ചൻ നിലപാടുകളോട് കേരളത്തിലെ യുവതലമുറ എങ്ങനെ പ്രതികരിക്കും? സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും സത്യം പറയാൻ ധൈര്യമുള്ള ഒരു നേതാവിനെയല്ലേ കേരളം ആഗ്രഹിക്കുന്നത്? ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു ഒത്തുതീർപ്പുണ്ടായി എന്ന് കേരളത്തിലെ UDF നേതാക്കൾക്ക് ആശ്വസിക്കാം. പക്ഷേ ജനങ്ങൾ കഴുതകളല്ല. ആരാണ് ശരിയുടെ പക്ഷത്ത്, ആരാണ് അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് അവർക്ക് നല്ലപോലെ അറിയാം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പരിണിത ഫലങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസിന് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. കാലഹരണപ്പെട്ട രാഷ്ട്രീയ തന്ത്രങ്ങളോടാണോ അതോ നിലപാടുള്ള പുതിയ നേതൃത്വത്തോടാണോ കേരളം കൈപിടിക്കാൻ പോകുന്നത് എന്ന്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.